ഇന്ന് നിതീഷ് കുമാർ പ്രസംഗിച്ചു, താൻ എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടാവും എന്ന് അദ്ദേഹം ഇന്ന് മീറ്റിംഗിൽ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ചന്ദ്രബാബു നായിഡും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന് മുന്നിൽ യശസ്വി ഉയർത്തിയ മറ്റൊരു നേതാവില്ല എന്ന് മോദിയെ കുറിച്ച് പറയുന്നു. നമ്മുടെ ചോദ്യം, ഈ രണ്ട് നേതാക്കന്മാരും ഇപ്പോൾ എൻ ഡി എക്കൊപ്പമാണ്. പക്ഷെ പലതവണ, പ്രത്യേകിച്ച് നിതീഷ് കുമാർ പലതവണ അപ്പുറത്തും ഇപ്പുറത്തും ചാടിക്കളിച്ച് തൻ്റെ മുഖ്യമന്ത്രി കസേര സേഫാക്കിയ ആളാണ് നിതീഷ് കുമാർ. ഇവരുടെയൊക്കെ പ്രസ്താവനയെ നമുക്ക് അത്ര കണ്ടങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലല്ല, നമ്മൾ അത് വിശ്വസിക്കുക തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചില ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു സംശയം, നമുക്കൊരു സംശയം വരുന്നത്, സന്ദേഹം. അത് അവരങ്ങനെ ഒരു പ്രൊപ്പഗൻഡ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിനെ വിശ്വസിക്കേണ്ട, അതല്ലെങ്കിൽ TDPയെ വിശ്വസിക്കേണ്ട, ചന്ദ്രബാബു നായിഡുവിനെ വിശ്വസിക്കേണ്ട, അവരെല്ലാം ഇതാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മോശമായിട്ട് മാറും, അവിടെ ഈ ഗവൺമെന്റ് ഒരുപാട് കാലമൊന്നും വരില്ല, പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്കും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും അടിപിടി നടക്കും. ഇന്നിപ്പോ ഒരു കാർട്ടൂൺ നടക്കും എന്നുള്ളത് ഇട്ടിട്ട് പോകും. ഇങ്ങനെയൊക്കെ അത് ഈ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് ഡൽഹിയിലുള്ള അവരുടെ പ്രതിനിധികളും അത്തരത്തിലുള്ള സ്റ്റോറികളാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വെച്ചിട്ട് ആ പറയുന്നതിൽ കഴമ്പില്ല എന്നുമില്ല. നമ്മൾ അതും കൂടെ കാണണം. കാരണം പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടിട്ട് ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ കണക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ മാധ്യമങ്ങളെ മാത്രം കുറ്റം പറയണ്ട. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു ചാഞ്ചാട്ടം, ചാടിക്കളിപ്പ ഇങ്ങോട്ട് ഒരു മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ഇരിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹം നിരവധി തവണ കേന്ദ്രമന്ത്രി, റെയിൽവേ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, നന്നായിട്ട് ഭരിച്ച മന്ത്രിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എഫിഷ്യൻസി ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്ന ഒരു കണക്ക് ഞാനിപ്പോ പറയാം. 96 മുതൽ 2013 വരെ NDAയിലായിരുന്നു. NDAയുടെ ഒരു പ്രധാന കക്ഷിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2013 ആയപ്പോഴേക്കും നേരെ ചാടി UPAയിൽ പോയി. ആ UPAയിൽ പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് തുടങ്ങിയത്, NDA തുടങ്ങിയത്. അതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം വിസമ്മതിച്ച് പുറത്തു പോയത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് 2000 വീണ്ടും തിരിച്ചു വരുന്നു. 2015 മുതൽ 2017 വരെ പിന്നെ വീണ്ടും NDA ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോയിട്ട് പിന്നെ അദ്ദേഹം മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സഖ്യത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അയാൾ ഈ NDA നേരെ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് മുഖ്യമന്ത്രിയാകുന്നു. നമ്മുടെ ലല്ലു പ്രസാദിന്റെ പിന്തുണയോടെയൊക്കെ മുഖ്യമന്ത്രിയാകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ വന്നു. 2017 വീണ്ടും NDAയിലേക്ക് വരികയാണ്. വീണ്ടും NDAയിലേക്ക് വരുന്നത്. അത് 17-22 വരെ പിന്നെ NDAയിൽ തന്നെയായിരുന്നു. 2022 വീണ്ടും മഹാഗഡ്ബന്ധനിലേക്ക് തേജസ്വി അങ്ങനെയുള്ള ഒരു വലിയൊരു രാഷ്ട്രീയം നമ്മൾ കണ്ടതാണല്ലോ. അത് 2024 വരെയും തുടർന്നു. പക്ഷെ 2024 ജനുവരി 28 ആയപ്പോഴാണ് ആ ബന്ധം കളഞ്ഞിട്ട് നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്ക് വരുന്നതും ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ ഗഡ്ബന്ധന്റെ നിതീഷ് മറ്റേ മകന്റെ കൂടെയൊക്കെ ചേർന്നുകൊണ്ട് 8ാമത് തവണയാണ് അവിടെ മുഖ്യമന്ത്രി. അത് മാത്രമല്ല, ആ സമയത്തൊക്കെ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് പ്രതിപക്ഷ മുന്നണി രൂപം കൊടുക്കുന്നതിൽ പ്രധാന റോള് വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ചാടുന്നത്. അതെ, അപ്പോഴാണ് ജനുവരി, അതായത് ഈ വർഷം ജനുവരി 28 അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുമെന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ ഒരുവൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഉദ്ദേശം. നിതീഷ് കുമാറിന്റെ ഉദ്ദേശം ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കും ഒരു നേതൃത്വം കൊടുത്തതും അദ്ദേഹത്തിന്റെ ഈ ഐഡിയയോട് കൂടി തന്നെയാണ്. പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം വന്നപ്പോഴായിരിക്കും അദ്ദേഹം ഇപ്പുറത്തോട്ട് മാറുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം NDAയിലാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ആശാവഹമാണ്. കാരണം ഞാൻ എപ്പോഴും നരേന്ദ്രമോദിയോടൊപ്പം തന്നെ നിൽക്കും, ഇന്നലെ വരെ ഉള്ളതല്ല, ഇനി ഞാൻ അങ്ങനെ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇപ്പം ജയിച്ചവരെയൊക്കെ ചിലരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കാണുമായിരിക്കും, പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അവരൊന്നും ഇനി ജയിക്കാൻ പോകുന്നില്ല, അടുത്ത പ്രാവശ്യമൊക്കെ അവർ പരാജയപ്പെടും. ആ തരത്തിലുള്ള കാര്യങ്ങളാക്കി നോക്കുന്നത് വളരെ നല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭരണം കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മൾ എടുത്ത് കാണേണ്ടത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ TDP നേതാവിന്റെ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസംഗം.
അത് നമ്മളൊന്ന് കേട്ടിരുന്നാലേ. അപ്പോൾ വല്ലാതൊരു ഇതാണ് അദ്ദേഹത്തിൻ്റെ. എന്താണ് ഈ രണ്ടുപേരും പ്രാദേശിക പാർട്ടികളാണ്, നമ്മളത് അതിൻ്റെ ഒരു ദോഷവശം നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഈ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഭാഗ്യമാണ് നരേന്ദ്രമോദി എന്നാണ്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കൊണ്ട് മാത്രമേ കഴിയൂ. നമ്മൾ NDAയുടെ TDP എന്ന് പറയുന്ന NDAയുടെ ഭാഗം തന്നെയാണ്. TDPക്ക് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ NDA സഖ്യം തന്നെയാണ്. അങ്ങനെ NDA സഖ്യത്തിനെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള വളരെ നല്ല മനോഹരമായ ഭാഷയിൽ രാജ്യത്തിൻ്റെ വികസനം എങ്ങനെ വരാൻ പോകുന്നു, ഇനി നമ്മുടെ പിന്നെ ഗ്ലോബലി ആയിട്ട് നമ്മൾ വളരെ ഉയരാൻ പോരുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് വളരെ കൂടാൻ കൂടും. അതിൻ്റെ കണക്ക് വരെ പറയുന്നത് 10% കൂടുതൽ നമ്മൾ കയറും. പിന്നെ മോദിയുടെ നേതൃത്വം ഈ തരത്തിലുണ്ടെങ്കിൽ നമുക്ക് സീറോ പോവർട്ടി നാഷണലായിട്ട് നമുക്ക് രാജ്യത്തെ, അതാണ് നമ്മുടെ സ്വപ്നം, അവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് TDPയും ആന്ധ്ര എന്നുള്ള നാടും ഈ TDPയുടെ സ്ഥാപകനായ നമ്മുടെ സിനിമാരൻ രാമറാവുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ആ രാമറാവുവിനുള്ള ഒരു ബന്ധവും അത് കഴിഞ്ഞിട്ട് പറയുമ്പോഴേ രാമറാവുവിന്റെ തലക്കിട്ട് അടി കൊടുത്തിട്ടാണ് പുള്ളി ഇപ്പുറത്ത്. പൊളിറ്റിക്സിനകത്ത് പലതും ഉണ്ട്. എന്നാൽ ഈ പറയുന്നത് നമ്മൾ ഇപ്പൊ കേട്ടിരിക്കാൻ നമുക്ക് സുഖമുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വന്നുകൂടാ. പക്ഷെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതായത് പ്രാദേശിക പാർട്ടികൾ തന്നെയാണ്. അതിപ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടി ആയിരുന്നാലും, ഇപ്പോൾ നമ്മുടെ TDP ആയിരുന്നാലും, DMK ആയിരുന്നാലും, ഏതും അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അവർക്ക് അവരുടെ അജണ്ട മാത്രമാണ്. അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ നാടാണ്, അവരുടെ ഒരു പ്രത്യേക കോൺസിസ്റ്റൻസിയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അവർക്കുള്ളത്. പക്ഷേ BJP പോലുള്ള ഒരു ദേശീയ പാർട്ടിക്ക് അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കാനൊക്കില്ല. ഒരു പ്രത്യേക പിന്നെ സംസ്ഥാനം മാത്രം നന്നാവണം, ഒരു പ്രത്യേക നാട് മാത്രം നന്നാവണം. അതാണ് മുമ്പ് മോദി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിലെ ഈ സാമ്പത്തിക വിതരണത്തെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളൊക്കെ വന്നല്ലോ. തർക്കങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഇവിടുത്തെ നമ്മുടെ രാജഗോപാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറഞ്ഞ് കേരളത്തിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് ഞങ്ങൾക്കത് തിരിച്ചു തരുന്നില്ല, ഇവിടുന്ന് പണം കൊണ്ടുപോകുന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അപ്പം ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് കൊണ്ടുപോയാൽ ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം, അതാണ് മര്യാദ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായങ്ങൾ അടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്, ഗംഗാ നദി പിന്നെ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഒഴുകുന്നത്. ആ ഉത്തരാഖണ്ഡിൽ നിന്ന് ഒഴുകുന്ന ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ മാത്രമേ വെള്ളം കൊടുക്കൂ എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം എന്താവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ രാജ്യമാണ് വലുത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആ വിശാലമായ എല്ലായിടത്തും ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് എടുക്കുന്നത് മറ്റിടത്ത് കൊടുക്കുമായിരിക്കും, അവിടെ നിന്ന് UP നിന്ന് എടുക്കുന്നതും കേരളത്തിന് കൊടുക്കുമായിരിക്കും. നമ്മളൊരു രാഷ്ട്രമാണ്, നമ്മൾ ഒരു വലിയ വിശാലമായ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തിന് മാത്രം ചിന്തിക്കാൻ കഴിയും. അതാണ് BJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ BJPയെ പോലുള്ള ദേശീയ പാർട്ടികളുടെ വീക്ഷണം എന്ന് പറയുന്നത്. അത് എന്തായാലും ഇവർക്കൊന്നും ഉണ്ടാവില്ല. അവർ ഈ ഭരണത്തിലിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ തന്നെയായിരിക്കും അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ദേശീയ TDP ഒക്കെ ചോദിക്കുന്ന സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. അതെ, അത് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള നിലനിൽപ്പാണല്ലോ. അവരുടെ രാജ്യത്ത്, അവരുടെ സംസ്ഥാനത്ത് അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സംസ്ഥാനത്ത് അവർക്ക് നിലനിൽക്കണം. പ്രാദേശികമായിട്ട് അവർക്ക് അതേ ഉദ്ദേശമുള്ളൂ, സംസ്ഥാനമായിട്ട് അവിടെ നിലനിൽക്കണം. ആ സംസ്ഥാനത്ത് അവർക്ക് വീണ്ടും പിടിച്ചു കയറണം. അവിടെ എതിർ പാർട്ടിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടിമറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ കൂടെ ഒരു അധികാരമുള്ളപ്പോൾ അതിൻ്റെ ഗുണം സംസ്ഥാനത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ പാർട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയും വേണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സ്പീക്കർ സ്ഥാനം ഇതൊക്കെ ചോദിച്ച് അവർ മുന്നോട്ട് പോകും. പക്ഷേ അത് കൊടുക്കണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഈ വിശാല വീക്ഷണമുള്ള, ദേശീയ വീക്ഷണമുള്ള, നമ്മുടെ രാഷ്ട്രത്തെ മൊത്തമായി ഒന്നായി കാണുന്ന BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ BJP അങ്ങനെ ഒരു പ്രാദേശികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നു കൊടുക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസവുമില്ല. ഇപ്പോൾ നിതീഷ് കുമാറിനും ഇദ്ദേഹത്തിനും TDP നേതാവിനും ഒക്കെ വന്നിരിക്കുന്നത് അവരുടെ ആവശ്യമാണ്. അത് അവരുടെ ആവശ്യം അവർ ചോദിക്കും. പക്ഷേ അത് BJP എത്രമാത്രം സ്വീകരിക്കുമെന്നും എത്രമാത്രം അതിന് അംഗീകരിക്കുമെന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി കൊടുക്കാൻ സാധ്യതയില്ല. നമ്മളിവിടെ ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ മാധ്യമങ്ങൾ വഴങ്ങി കൊടുക്കും, കടിഞ്ഞാൻ മറ്റിടത്താണ്, അവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു കടിഞ്ഞാനും പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.